BTV. Being with you. The community channel. ആമസോൺ നദി. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ നദിയാണ് ആമസോൺ. ഒഴുകുന്ന ജലത്തിന്റെ അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണിത്. ഇതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഇതിനു ശേഷം സ്ഥാനം വരുന്ന 10 നദികളിലൂടെ ഒഴുകുന്ന മൊത്തം വെള്ളത്തിന്റെ അളവിനേക്കാൾ കൂടുതലാണ്. ആമസോണിനാണ് ലോകത്തെ ഏറ്റവും വലിയ നീർത്തട വ്യവസ്ഥയുള്ളത്. ഇത് ഏകദേശം ലോകത്തിലെ മൊത്തം നദിയൊഴുക്കിന്റെ 1/5 വരും. ആമസോണിന്റെ ഭീമമായ വലിപ്പം കാരണമായി ഇതിനെ കടൽ നദി എന്നും വിളിക്കാറുണ്ട്. ആമസോണിന്റെ മീതെ ഇതിന്റെ വായ്ഭാഗം ഒഴിച്ച് ഒരിടത്തും പാലമില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറഞ്ഞ ജനസംഖ്യയുള്ള മേഖലയാണ് ആമസോൺ. മാത്രവുമല്ല, വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂരിഭാഗവും ഒഴുകുന്നത് നിത്യഹരിത മഴക്കാടുകളിലൂടെയുമാണ്. ഭൂരിഭാഗം അളവുകൾ അനുസരിച്ച് ആമസോൺ തന്നെയാണ് നദികളിൽ മുൻപിൽ നിൽക്കുന്നതെങ്കിലും നീളത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത് ആഫ്രിക്കയിലെ നൈൽ നദിക്ക് ശേഷം 2ാം സ്ഥാനത്താണ്. പക്ഷേ ചില ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്നുള്ളവർ, ആമസോൺ തന്നെയാണ് നീളമുള്ള നദി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ്. ബ്രസീലിൽ വച്ചാണ് ആമസോൺ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചേരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ നീർത്തട വ്യവസ്ഥയുള്ള ആമസോൺ നീർത്തട വ്യവസ്ഥ തെക്കേ അമേരിക്കയുടെ ഭൂവിസ്തൃതിയുടെ 40% വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 69,15,000 ചതുരശ്ര കിലോമീറ്റർ വരും ഇത്. ഉത്തര അക്ഷാംശം 5 ഡിഗ്രി മുതൽ ദക്ഷിണ അക്ഷാംശം 20 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇതിൽ ജലം വന്നു ചേരുന്നു. ഇതിൽ ഏറ്റവും ദൂരമുള്ള ജലസ്രോതസ്സുകൾ അന്തർ ആൻഡിയൻ ഫലകങ്ങളിൽ വരെ കാണപ്പെടുന്നു. ഈ ഭാഗം പസഫിക് സമുദ്രത്തിൽ നിന്ന് കുറഞ്ഞ ദൂരത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ആമസോണും അതിന്റെ പോഷക ശാഖകളെയും ഉൾക്കൊള്ളുന്ന ഭൂവിസ്തൃതിയുടെ അളവിൽ ഒരു വർഷത്തിനിടക്ക് 3 മടങ്ങ് വരെ മാറ്റം കാണപ്പെടാറുണ്ട്. വേനൽക്കാലത്ത് 1,10,000 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ നിറഞ്ഞൊഴുകുന്ന സമയം ഇത് 3,50,000 ചതുരശ്ര കിലോമീറ്റർ വരെ ഉയരുന്നു. ഇതേ പ്രകാരം വേനൽക്കാലം 11 കിലോമീറ്റർ വീതി കാണപ്പെടുമ്പോൾ നിറഞ്ഞൊഴുകുമ്പോൾ 45 കിലോമീറ്റർ വരെയായി വീതി ഉയരുകയും ചെയ്യുന്നു. ആമസോണിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നുചേരുന്ന ജലത്തിന്റെ അളവ് ഭീമമാണ്. വർഷകാലത്ത് 3 ലക്ഷം ക്യൂബിക് മീറ്റർ വരെയാകും ഇത്. ലോകത്ത് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിന്റെ 1/5 ആമസോണിൽ നിന്നാണ്. ആമസോൺ സമുദ്രത്തിൽ വന്നു ചേരുന്ന ഭാഗത്ത് കര കാണപ്പെടാത്ത ദൂരെ നിന്ന് പോലും കുടിക്കാൻ ആവശ്യമായ വെള്ളമെടുക്കാൻ കഴിയും. കരയിൽ നിന്ന് 500 കിലോമീറ്റർ മാത്രം അകലെയുള്ള സമുദ്രജലത്തിന്റെ ലവണാംശം താഴ്ന്ന നിലയിലാക്കാൻ ഇതിൽ നിന്നുള്ള ശുദ്ധജലത്തിന്റെ ഒഴുക്ക് കാരണമാവുകയും ചെയ്യുന്നു. ആമസോണിന്റെ ആദ്യഘട്ടത്തിൽ പെറുവിലും ഇക്വഡോറിലുമായി ഏതാനും പ്രധാനപ്പെട്ട നദീവ്യവസ്ഥകളുണ്ട്. ഇതിൽ ചിലത് മറണോണിലേക്കും മറ്റുള്ളവ നേരിട്ട് ആമസോണിലേക്കും ഒഴുകുന്നു. ഇവ മൊറോണ, പാസ്താസ, നുക്കുറായ്, ഉറിതുയാക്കു, ചാമ്പിറ, ടൈഗർ, നനായ്, നാപ്പോ, ഹെല്ലഗ, ഉകയാലി എന്നിവയാണ്. വർഷങ്ങളായി ആമസോണിന്റെ ഉത്ഭവമായി കാണപ്പെട്ടിരുന്ന മറണോണ ഉത്ഭവിക്കുന്നത് മധ്യ പെറുവിലെ ലോറിക്കോഷ തടാകത്തിന് മുകൾ ഭാഗത്തുള്ള നെവേദോ ഡി യെറുബ എന്നറിയപ്പെടുന്ന ഹിമപാളിയിൽ നിന്നാണ്. വെള്ളച്ചാട്ടങ്ങളിലൂടെയും നേർത്ത പാതകളിലൂടെയുമായി പോങ്കോകൾ എന്ന് വിളിക്കുന്ന കൊടും വനങ്ങളിലൂടെ പെറുവിന്റെ പശ്ചിമ മധ്യഭാഗത്ത് നിന്ന് ഏറ്റവും വടക്ക് ഭാഗം വരെ ഇതൊഴുകുന്നു. ശേഷം നോട്ട പട്ടണത്തിന് തൊട്ടു മുമ്പായി ഉകയാലി നദിയുമായി കൂടിച്ചേർന്ന് ആമസോൺ നദി രൂപം കൊള്ളുന്നു. 1996, 2001 ആമസോണിന്റെ ഏറ്റവും ദൂരെയുള്ള ഉത്ഭവസ്ഥാനം പെറുവിന്റെ ഭാഗമായ ആൻഡിയൻ പർവ്വതനിരകളിലെ 5597 മീറ്റർ ഉയരമുള്ള നൊവോദോ മിസ്മി എന്ന മഞ്ഞുമൂടിയ കൊടുമുടിയിലെ ഹിമപാളികളിൽ നിന്നാണ്. ഇത് ഏതാണ്ട് ടിറ്റിക്കാക്ക തടാകത്തിന് 160 കിലോമീറ്റർ പടിഞ്ഞാറും ലിമ നഗരത്തിന് 700 കിലോമീറ്റർ തെക്ക് കിഴക്കുമാണ്. നൊവോദോ മിസ്മിയിൽ നിന്നുള്ള വെള്ളം കാർഹു വാസന്തയിലേക്കും അപ്പോഷേദയിലേക്കും ഒഴുകുന്നു. ഇവിടെ നിന്ന് റിയോ നീഗ്രോയിൽ നിന്നുള്ള ഇരുണ്ട നിറത്തിലുള്ള വെള്ളവും റിയോ സോളിമോസിൽ നിന്നുള്ള മണൽ നിറത്തിലുള്ള വെള്ളവും ഒരുമിച്ച് 6 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഈ 2 ജലവും പരസ്പരം കലരാതെ വശങ്ങളിലായി ഒഴുകുന്നു. റിയോ അപ്പൂരി മാക്കിന്റെയും ഉകയാലിന്റെയും ഒരുമിച്ചൊഴുകലിന് ശേഷം ഇത് ആൻഡിയൻ മേഖലയെ പിന്നിട്ട് വെള്ളപ്പൊക്ക സമതലത്തിലെത്തുകയും ചെയ്യുന്നു. താഴ്ന്ന തീരങ്ങളിൽ അപൂർവമായി മാത്രമാണ് കുന്നുകൾ കാണപ്പെടുന്നത്. ശേഷം ഇത് വലിയ ആമസോൺ മഴക്കാടുകളിലേക്ക് പ്രവേശിക്കുന്നു.
ബ്രസീൽ, പെറു എന്നീ രാജ്യങ്ങളിലൂടെയാണ് ആമസോണിന്റെ ഭൂരിഭാഗവും ഒഴുകുന്നത്. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, ബൊളീവിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഇതിലേക്ക് പോഷക നദികൾ വന്നു ചേരുന്നുണ്ട്. നിറഞ്ഞൊഴുകുന്ന സമയം നദിയുടെ ശരാശരി ആഴം 40 മീറ്ററും വീതി ഏകദേശം 40 കിലോമീറ്ററുമായി മാറുന്നു. നവംബറോടുകൂടി ഒഴുക്ക് വർദ്ധിക്കാൻ തുടങ്ങുകയും ജൂൺ വരെ ഇത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ശേഷം ഒക്ടോബർ അവസാനം വരെ ഒഴുക്കിൽ കുറവുണ്ടാകുന്നു. നീഗ്രോ ശാഖയിലുള്ള ഒഴുക്ക് ഇതുപോലെയല്ല. ഇതിൻ്റെ താഴ്വരയിൽ മഴ ഫെബ്രുവരിയോ മാർച്ചോടെയോ മാത്രമേ ആരംഭിക്കുന്നുള്ളൂ. ജൂണോടുകൂടി ഇത് നിറയുന്നു. ശേഷം മറ്റ് ഭാഗത്തേതുപോലെ കുറയുകയും ചെയ്യുന്നു. മദേറ ശാഖയിൽ ആമസോണിനേക്കാൾ 2 മാസം നേരത്തെയായിരിക്കും ഒഴുക്കിൽ വർധനവും കുറവും കാണപ്പെടുന്നത്. 1 മുതൽ 6 മൈൽ വരെ വീതി വരുന്ന പ്രധാന ശാഖയിൽ കൂടി വലിയ ജലനൗകകൾക്ക് മാനുസ് വരെ സഞ്ചരിക്കാൻ കഴിയും. അതായത് അഴിമുഖത്ത് നിന്ന് 1500 കിലോമീറ്റർ ഉള്ളിലോട്ട്. 3000 മുതൽ 9000 ടൺ ഭാരവും 5.5 മീറ്റർ ആഴവും വരുന്ന ചെറിയ നൗകകൾക്ക് പെറുവിലെ ഇക്വിറ്റോസ് വരെ പോകുവാനും സാധിക്കുന്നു. ഇത് സമുദ്രത്തിൽ നിന്ന് 3600 കിലോമീറ്റർ ദൂരെയാണ്. ഇതിനേക്കാൾ ചെറിയ ബോട്ടുകൾക്ക് യഥാർത്ഥ ഉത്ഭവസ്ഥാനത്ത് നിന്ന് 780 കിലോമീറ്റർ അകലങ്ങളിൽ വരെ എത്തുവാൻ കഴിയുന്നു. ആമസോൺ സമുദ്രവുമായി സന്ധിക്കുന്ന ഭാഗം ഏതാണ്ട് 330 കിലോമീറ്ററോളം വീതിയുള്ളതാണ്. കാബോഡോ നോർത്തെ മുതൽ പ്യൂണ്ടോ പതിജോക്ക വരെയുള്ള അളവാണിത്. പക്ഷേ ഇതിൽ പാരാ നദിയുടെ 60 കിലോമീറ്റർ സമുദ്രവുമായുള്ള വായഭാഗം കൂടി ഉൾപ്പെടുന്നു. ഈ ഭാഗം ടോക്കാൻഡിയാസിന്റെ താഴ്ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആമസോണിലുള്ള മറാജോ ദ്വീപിന്റെ സമുദ്രത്തിനഭിമുഖമായിട്ടുള്ള ഭാഗം കൂടി ഇതിൽപ്പെടുന്നു. ഇതൊക്കെ പ്രകാരം ആമസോണിന്റെ അഴിമുഖം ഇംഗ്ലണ്ടിലെ തേംസിന്റെ നീളത്തേക്കാൾ കൂടുതലാണ്. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.